മോൺസിഞ്ഞോർ ആന്റണി പെരുമായൻ രാജിവെച്ച് പുറത്തു പോകണം. അൽമായ മുന്നേറ്റം. എറണാകുളം ബസിലിക്ക ദേവാലയവും ബിഷപ്പ് ഹൗസും അടിച്ചു തകർക്കാൻ നേതൃത്വം നൽകിയവർക്ക് വേണ്ടി ബിഷപ്പ് ഹൗസിലെ ചാപ്പലിൽ സിനഡ് കുർബാന അർപ്പിച്ച മോൺസിഞ്ഞോർ ആന്റണി പെരുമായൻ രാജിവെച്ച് പുറത്തു പോകണമെന്ന് അൽമായ മുന്നേറ്റം എറണാകുളം അങ്കമാലി അതിരൂപത ആവശ്യപ്പെട്ടു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്ന് എത്തിയ വിശ്വാസികൾ മാർ ബോസ്കോ പുത്തൂർ, വികാർ ജനറൽ ഫാദർ വർഗീസ് പൊട്ടക്കൽ, പ്രോ വികാർ ജനറൽ മോൺസിഞ്ഞോർ ആന്റണി പെരുമായൻ, ചാൻസലർ ഫാദർ മാർട്ടിൻ കല്ലുകൽ എന്നിവരെ ഉപരോധിച്ചു. ഉപരോധം തുടങ്ങിയപ്പോൾ പോലീസ് എത്തിയെങ്കിലും പോലീസ് ബിഷപ്പ് ഹൗസിൽ നിന്നും പുറത്തു പോകണമെന്ന് ആവശ്യത്തെ തുടർന്ന് പോലീസിനെ തിരിച്ചു വിളിച്ചു. എറണാകുളം അതിരൂപതയിലെ ഓരോ ഇടവകയിലും നിലനിൽക്കുന്ന അവസ്ഥ തുടരാനുള്ള കൽപ്പന പുറപ്പെടുവിക്കുക. എറണാകുളം അതിരൂപതയിലെ ഡീക്കന്മാർക്ക് ഈസ്റ്ററിന് ശേഷം തിരുപ്പട്ടം കൊടുക്കുക. മൈനർ സെമിനാരി തുറന്നു പ്രവർത്തിക്കുക. ഫാദർ ആന്റണി പൂതുവേലിയെയും ഫാദർ ആന്റണി മാങ്കുറിയിലിനെയും ഉടൻ ചുമതലയിൽ നിന്നും നീക്കം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ കൂടി അൽമായ മുന്നേറ്റം മുന്നോട്ട് വച്ചിട്ടുണ്ട്. നിലവിൽ ജനാഭിമുഖ കുർബാന നടക്കുന്ന മുഴുവൻ ഇടവകകളിലും സംഘർഷമുണ്ടാക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അൽമായ മുന്നേറ്റം മുന്നറിയിപ്പ് നൽകി. നിലവിലെ സാഹചര്യങ്ങളും വിശ്വാസികളുടെയും വൈദികരുടെയും നിലപാടും അടിയന്തരമായി വത്തിക്കാനെ അറിയിക്കാമെന്നും അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ട വിഷയങ്ങളിൽ ഒരാഴ്ചക്കുള്ളിൽ മറുപടി നൽകാമെന്നും മാർ ബോസ്കോ പുത്തൂരും കൂരിയ അംഗങ്ങളും ഉറപ്പു നൽകി. മാർ ബോസ്കോ നൽകിയ ഉറപ്പിനെ തുടർന്ന് 7 മണിയോടെ ഉപരോധം അവസാനിപ്പിച്ചു. പാസ്റ്ററൽ കൗൺസിൽ ജനറൽ സെക്രട്ടറി PP ജെറാർഡ്, ഷൈജു ആന്റണി, റിജു കാഞ്ഞുകാരൻ, പ്രകാശ് പി ജോൺ, തങ്കച്ചൻ പേരയിൽ, ബെന്നി ഫ്രാൻസിസ്, KM ജോൺ, ബോബി ജോൺ, ജോണി കൂട്ടാല, സൂരജ് പൗലോസ്, ലൗലി ചിറ്റേഴുത്ത്, ബാബു, ഷൈനു ആന്റണി, റോക്കി കൂട്ടുങ്കൽ എന്നിവർ പ്രസംഗിച്ചു.